കൃഷി ചെയ്യാൻ ഭൂമിയില്ലെങ്കിലും പാട്ടഭൂമിയിൽ പൊന്നു വിളയിക്കുകയാണ് കാസർകോട്ടെ ഒരു കുടുംബം. പെരുമ്പളയിലെ അബ്ദുള്ളയും മകൻ ആരിഫും കുമ്പളം കൃഷിയിലാണ് വിജയം സ്വന്തമാക്കിയത്. പത്തു വർഷത്തിലേറെയായി അച്ഛനും മകനും പാട്ടത്തിനെടുത്ത ഭൂമിയിൽ കൃഷി നടത്താൻ തുടങ്ങിയിട്ട്. കാസർകോട്ടെ പല മേഖലകളിലാണ് ഓരോ വർഷത്തെയും ഇവരുടെ കൃഷി. വെള്ളരിക്കയും മത്തനും വെണ്ടയും എന്നുവേണ്ട എല്ലാ പച്ചക്കറികളും നടും. കൂട്ടത്തിൽ ഒരിനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകും. ഇത്തവണയത് കുമ്പളത്തിനായിരുന്നു. പുതിയമ്പലത്തെ പുഞ്ചപ്പാടത്ത് ആദ്യമായി കുമ്പളം കൃഷി നടത്തിയപ്പോൾ ഭൂമിയും നന്നായി കനിഞ്ഞു. സീസണിൽ ടൺ കണക്കിന് ഉൽപാദനം. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ് മേഖലകളിലേക്കാണ് ഇവർ കുമ്പളം കയറ്റി അയക്കുന്നത്. വർഷത്തിൽ 3 തവണയാണ് ഇവരുടെ കൃഷി. വേനലിൽ 2 തവണയും മഴക്കാലത്ത് ഒരിക്കലും. പൂർണ്ണമായി ജൈവ കൃഷി രീതി അവലംബിക്കുന്നതിനാൽ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും ഉറപ്പുവരുത്താൻ സാധിക്കുന്നു. പച്ചക്കറി കൃഷിയിൽ നിന്നുള്ള വരുമാനത്തിലൂടെയാണ് ഇവരുടെ 9 അംഗ കുടുംബം മുന്നോട്ടു പോകുന്നത്. ജില്ലേൻ്റെ പല ഭാഗങ്ങളിലും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന തുകയിൽ ഞാനും കുടുംബങ്ങളും ജീവിക്കുന്നുണ്ട്. നെൽകൃഷിക്ക് തൊഴിലാളികളെ കിട്ടാത്തതിനാലാണ് പച്ചക്കറി കൃഷിക്കായി 10 ഏക്കർ ഭൂമി വിട്ടുകൊടുത്തതെന്ന് സ്ഥലമുടമ പറഞ്ഞു. രാസവളം ഉപയോഗിക്കരുതെന്ന ഒറ്റ ഡിമാൻഡ് മാത്രമായിരുന്നു ഭൂവുടമയ്ക്ക് ഉണ്ടായിരുന്നത്. മുമ്പേ 3 വെള്ളം എടുത്തോണ്ടായി, പക്ഷേ ഇപ്പോൾ അത് ആൾക്കാരെ കിട്ടുന്നില്ല. നമുക്ക് നമ്മൾ ഒരു വെള്ളം എടുക്കുന്നത് 2 കൊല്ലമായി 3 കൊല്ലമായി ഇതുവരെ വെള്ളം എടുക്കുന്നത്. അങ്ങനെ ഇപ്രാവശ്യം പിന്നെ ഇനി അവർ നല്ല കൃഷി എടുക്കുന്ന ആൾക്കാരെന്ന് അറിഞ്ഞിട്ട് അവർക്ക് നമ്മൾ ഇത് പച്ചക്കൃഷി എടുക്കാനേ അവർക്ക് കൊടുത്തത്. കൃഷിപ്പണി ആദായകരമല്ലെന്ന പ്രചാരണത്തിന് അപവാദമാണ് ഇവരുടെ അനുഭവം. സ്വപ്നങ്ങൾ മണ്ണിൽ വിളയിച്ചെടുക്കാമെന്നതിന്റെ തെളിവ് കൂടിയാണ് പുതിയമ്പലത്തെ ഈ കാർഷിക കാഴ്ച. ക്യാമറാമാൻ ഷാജു ചന്ദ്രപുരിക്കൊപ്പം ബിജീഷ് ഗോവിന്ദൻ, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.